നമ്മുടെ സരസുവില്ലേ, എനിക്കുള്ളതാണ് ഞങ്ങളുടെ ബിൽസാര. ഇനി പെയ്യെ ഞാൻ പരിചയപ്പെടുത്താം എന്താണെന്ന്. ഇത് എന്റെ കൊട്ടാരം, ഞാൻ ഇവിടുത്തെ റാണി, ഇതെന്റെ തോഴി, ഇത് ആളുടെ മോളാട്ടോ. ഞാൻ ഇതുവരെ ഇതിനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഇതിനെ കൂടെ മോളെ കൂടെ ഒന്ന് കൊണ്ടുവരണ്ടായിരുന്നു. അങ്ങനെ സുമീന കേട്ടോ, പേര് സുമീന കേട്ടോ. അല്ല ഡാൻസറും വലിയ ഇൻസ്റ്റയിലൊക്കെ വലിയ ആളാണ് കേട്ടോ. बैठो इधर बैठो, इसको पानी पिला दो. इधर पहली बार आ रही है ना? पहले भी आई थी. ये साड़ी आपको बहुत सुंदर लग रही है. हटा दो, मिक्स करके दे दो, ये ठंडा हो गया ना. ഞാന് വീഡിയോ എടുക്കാൻ ആളുകളെ നേരത്തെ എടുക്കാമെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി ഒരുങ്ങിയൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞപ്പോ ഇത് നാളെ നാട്ടിൽ പോവാ കേട്ടോ. എന്റെ മോന്റെ കല്യാണമൊക്കെ തീരുമാനിക്കാൻ പോവാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കേട്ടോ, ഞാനൊരു സർപ്രൈസ് പറയാം. നമ്മുടെ സരസുവിനെ കണ്ടപ്പോ തൊട്ട് ആളിന്റെ പുതിയ ഒരു വീഡിയോ ചെയ്യണമെന്ന്, അങ്ങനെ ഈ മുട്ടക്കറിയിൽ എത്തിയത്. ഇതാ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ കറി കേട്ടോ, ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു. പുള്ളിക്കറിയുടെ മുട്ടക്കറി ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ മോക്കും ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ മുട്ടക്കറി. ആള് കുക്കാ, പക്ഷെ ഒരു 10-12 വർഷത്തിന് മുണ്ടക്കായിട്ട് എന്റെ കൂടെ ഉണ്ട്. ക്ലീനിങ് ആയി, ഞാൻ കുക്കിങ്ങിന് അങ്ങനെ നിർത്തത്തില്ല. പിന്നെ ഞാൻ പലപ്പോഴും നാട്ടിലൊക്കെ പോകുന്നില്ലേ, അപ്പൊ ഇവിടുത്തെ കുക്കാ. അപ്പം ഞാനൊരു സർപ്രൈസിലാരും പറഞ്ഞില്ലേ, അതെന്താണെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാലേ ബാംഗ്ലൂരിൽ ഷിഫ്റ്റ് ആയി. ഞാനത് വിചാരിച്ച വീഡിയോയിൽ പെയ്യെ പറയാവുന്നു കേട്ടോ. ഷിഫ്റ്റ് ആയി, അത് ഫെബ്രുവരിയിലായിരുന്നു. അപ്പൊ ഈ വീടൊക്കെ വന്ന ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതാ എന്റെ കൊട്ടാരം. അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. നമ്മൾ താമസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കൊട്ടാരമില്ലേ, അവിടെ ഭരിക്കുന്ന ഇദ്ദേഹം അതെല്ലാം ഹെൽപ്പിന് വേണ്ട. അപ്പൊ പിന്നെ ജയ്പൂരിൽ പോകുമ്പോ എല്ലാ മാസവും നമ്മൾ ഇവിടെ നിന്ന് വന്ന് പോവായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വീട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരൊക്കെ ആളുടെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. ആള് എല്ലാ മാസവും അപ്പുറത്തുനിന്ന് കീ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട് തുറന്ന് ക്ലീൻ ചെയ്ത് എല്ലാ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി വെക്കും കേട്ടോ. പിന്നെ ഞാൻ അറിയത്ത പോലും ഇല്ല, എന്നോടൊപ്പം ഇവിടെ വന്നിട്ട് വിളിക്കും ഞാനിങ്ങനെ ദീദി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പ് വിളിച്ചു പറയും ഇതുപോലെ നമ്മുടെ വീട് ഞാൻ വരുന്നുണ്ടായിരുന്നു. അന്നേരം ഷീറ്റൊക്കെ മാറി വീട് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കും. അതാണ് ആള്. അപ്പം ഇനിയിപ്പം 3 വർഷം എന്തായാലും ബാംഗ്ലൂര് അപ്പ് ആൻഡ് ഡൗൺ പാടാം. അപ്പം വീട് റെന്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ആളെ ഇനി കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കും ഒരു ഡൗട്ട്. എന്ന് വെച്ചാൽ സൗത്തിൽ അത്രയും എടുത്തിട്ട് പിന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നൊരു പേടി. അപ്പൊ ഞാൻ വെച്ച് പുള്ളിക്കാരുടെ ഒരു വീഡിയോ കൂടെ എടുത്ത് വെച്ചാൽ എനിക്ക് ഓർമ്മ. ഞാൻ പറഞ്ഞ പക്ഷേ കേട്ടോ, നാട്ടിൽ പോകുമ്പോ എന്റെ കൂടെ സെറ്റിൽ ആകുമ്പോ എന്റെ കൂടെ ഇനി വാ. വർഷത്തിലൊരിക്കൽ ഇവരുടെ നാട്ടിൽ ഗാവില് ബംഗാളിയാണ്. പേര് നല്ല രസം കേട്ടോ, ദിൽസാര. ഞാൻ മുമ്പേ പറഞ്ഞില്ലയോ, പേര് നല്ല അടിപൊളി പേരല്ലേ. അങ്ങനെ അപ്പം ആള് നല്ല കുക്കാട്ടോ, ഭയങ്കര. പക്ഷെ നമ്മുടെ ഒന്നും വെക്കാനൊന്നും അറിയത്തില്ല. ആളിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ കൊടുക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ, നമ്മുടെ പുട്ടും കടലയും വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഒരു വീഡിയോ കൂട്ടത്തിയില്ല. അപ്പൊ ആളുടെ മുട്ടക്കറി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മൂന് എന്റെ മോള് ഏറ്റവും ഇഷ്ടം പുള്ളിക്കറിയുടെ മുട്ടക്കറി. അപ്പൊ ഞാനൊരു 3 മുട്ട പുഴുങ്ങി വെച്ചു. കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ, ഏട്ടൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാ. വന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. അപ്പൊ മുട്ട ഉണ്ടാക്കാം. മുട്ട ആയത് ആ ബിസ്മിക്കൊക്കെ ചെയ്യേ प्याज टमाटर अदरक लहसुन पेस्ट മിക്സി സോറി മിക്സി ഇല്ല. ഞാൻ മിക്സി അങ്ങ് ബാംഗ്ലൂരിന് കൊണ്ടുപോയി. അപ്പം ഇത് ശരിക്കും മിക്സിയില് എടുക്കുക. അത് ചെയ്യുന്നത് 2 സവാള എടുത്തു കേട്ടോ. ആ 3 മുട്ടയ്ക്ക് 2 പ്യാജ് ഓർ 3 ടമാട്ടർ. 2 സവാളയും 3 തക്കാളി എടുത്തു കേട്ടോ. ഇനി ഇതിപ്പം എനിക്ക് മിക്സി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു ഗ്രേറ്റ് ചെയ്തെടുക്കും. ഗ്രേറ്റർ ഉദറ ബാസ്കറ്റ് അപ്പൊ പറഞ്ഞു ഗ്രേറ്റ് ചെയ്തെടുത്താലും മിക്സിയുടെ എഫക്ട് കിട്ടുമെന്ന്. അപ്പൊ ഞാനിത് പക്ഷെ കണ്ടിട്ടില്ല എങ്ങനെ ഉണ്ടാകാൻ. എനിക്ക് കാര്യങ്ങളൊക്കെ മടിച്ചു കേട്ടോ. പുള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അറിയണ്ട. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട്, പച്ചമുളകും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഇത് ഉണ്ടാക്കുന്നതനുസരിച്ച് കാണിച്ചു തരാം. സംഭവം നല്ല സൂപ്പർ ടേസ്റ്റിയാ. ചപ്പാത്തി നല്ല പച്ചരി ചോറ്, നമ്മുടെ ചോറിന് രസമല്ല കേട്ടോ, നല്ല ടേസ്റ്റാ. കണ്ടുവരാം. അപ്പൊ നമ്മൾ പയ്യെ പുള്ളിക്കാരിയുടെ നമ്മുടെ പാചകവും വീഡിയോ ഇത്തിരി ലെങ്തി ആണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ചുമ്മാ അത് കുക്കിംഗ് മാത്രം അങ്ങോട്ടാക്കിയ രസമില്ലല്ലോ. സവാള ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമല്ലോ, പാവ കണ്ണീന്ന് കണ്ണുനീര് വരുന്നു കേട്ടോ. കാര്യം ഇത് നമ്മൾ അരിഞ്ഞാലൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതിന്റെ ആ ടെക്സ്ചർ ശരിയാവത്തില്ലെന്ന് ആള് പറഞ്ഞു. അപ്പുറത്തെ വീട്ടില് ആന്റി ഉണ്ട്, അവിടെ പോയി അരച്ചിട്ട് വരാമെന്ന് വെച്ചപ്പോ അവിടെ എന്തോ ഗസ്റ്റ് വരാണ്ടിരിക്കണം. അപ്പൊ നമ്മള് ശരിയല്ലല്ലോ. അപ്പുറത്തെ വീടെന്ന് പറയുന്നത് ഇത് കണ്ടോ, ജനലിൽ കൂടെ നോക്കാമെങ്കിൽ അപ്പുറത്തെ കാണാം. ഞാനങ്ങനെ വീട് കാണിച്ചിട്ടില്ലല്ലോ അല്ലേ. ഓ ഇത് തക്കാളി, ഇത് എന്തൊരു നീട്ടിലെന്നറിയോ. आप उधर से कर रही है तो मुझे भी मतलब पूरे में जाता है ना, स्मेल भी तेज है. ഗ്രേറ്റ് ചെയ്തെടുക്കും ആള്. मिक्सी रहने से नमक बन जाता है. हाँ मिक्सी है तो जल्दी है ना.
കാമ്പ് ജൽദി യോഗ. ഇവിടെ ഇന്നിപ്പോ കുട്ടികളില്ല, നല്ലൊരു ടൈം പാസ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്റെ താഴെ അപ്പുറത്ത് പാത്രമൊക്കെ ഇവിടെ സിങ്കിന്റെ തൊട്ട് മുമ്പിൽ ബാസ്കറ്റ് ബോൾ കോർട്ടാ കേട്ടോ. ഇപ്പൊ ഭയങ്കര ചൂടാ. ഒന്നാമത് ഇവിടെ ഇപ്പൊ സമ്മർ ബ്രേക്കാ, കുട്ടികളൊക്കെ നാട്ടിലൊക്കെ പോയിരിക്കുകയൊക്കെ. അല്ലെങ്കിൽ അല്ല, കുട്ടികളിപ്പോ ഇവിടെ കളിക്കാൻ വരും. ടൈം പാസ് നല്ലതാ, ബോറടിക്കത്തില്ല ഈ വീട്ടില്. അപ്പൊ ഈ പുള്ളിക്കാരിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ വീട് ഓടിപ്പോകുന്നത്. മുട്ട ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുത്ത് കേട്ടോ, പച്ചമുളകും അരിഞ്ഞിട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കണ്ടോ. മിക്സി ഉണ്ടല്ലോ എളുപ്പം. മിക്സി में आलू सॉरी मिक्सी में पहले तो मतलब मसाला मतलब मोटा मोटा काट के मतलब അങ്ങനെ ചെയ്യുന്നേ അല്ലേ? ഓ उसके बाद मतलब आप मतलब ചോക്നേസേ. അതെ, ആദ്യം എനിക്കറിയില്ലല്ലോ അത് പറഞ്ഞത്. ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് വഴറ്റും വേണ്ടെങ്കിൽ. അത് വഴറ്റിയിട്ട് നമ്മളില്ല ചട്നി ഉണ്ടാക്കത്തില്ലേ, ടൊമാറ്റോ ചട്നിയൊക്കെ, അതുപോലാണെന്ന് കേട്ടോ. ഒന്ന് വഴണ്ടിട്ട് അത് മിക്സിയിൽ അരിഞ്ഞെടുക്കും. ഇപ്പൊ മിക്സി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ അങ്ങ് എടുത്തതാ കേട്ടോ. ടേസ്റ്റ് में फर्क होगा ये और उसमें थोड़ा बहुत ഇച്ചിരി വ്യത്യാസം വരുമെന്ന് കേട്ടോ ടേസ്റ്റിന്. പക്ഷെ ഇപ്പൊ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് എടുത്തു. മസാലകള് ഇത്ര ഇത് ആ വലുത് ബ്ലാക്ക് കളറിലെ ഏലക്കയാണ്. നമ്മുടെ അവിടെയും കിട്ടുമെന്ന് തോന്നുന്നു ഇപ്പൊ അല്ലെ. അത് പിന്നെ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ അതാ പട്ട, ഗ്രാമ്പൂ, ജീരകം, ബേലീവ്സ് ഇതെല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം നമുക്കിനി എങ്ങനെയാണെന്ന്. ഇത് എണ്ണ ഒഴിക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. ഇതിനകത്തോട്ട് കുറച്ച് ജീരകം ഇടും. നമ്മൾ കടുകിടത്തില്ലേ, കടുകിടുന്നതിന് വരെ ഇവിടുത്തെ പാചകത്തിലെല്ലാം ജീരകം ഇടുന്നത് കേട്ടോ. ദാൽദിയാണ് ജീരകം. हल्का भुनना है ना. ജീരകം ഇട്ടിട്ട് മുട്ട കേട്ടോ. ഇതാ നമുക്കില്ലാത്ത പരിപാടി കേട്ടോ. ഈ മുട്ടയാവുമ്പോ ഇത് പൊട്ടിത്തെറിക്കുന്ന പോലെ കേട്ടോ. എണ്ണയ്ക്കകത്ത് ജീരകം ഇട്ടിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്യുവാണേ. ഞാൻ 3 മുട്ട എടുത്തുള്ളൂ. ഞാൻ തന്നെയുള്ള, എനിക്കാണെങ്കിൽ മുട്ട വലിയ ഇഷ്ടമൊന്നുമല്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതെടുത്തതാ കേട്ടോ. अच्छा जीरा डाल के फ्राई करना है. ഓക്കെ, അതുകൊണ്ട് ഈ പരുവത്തിലാക്കി എടുക്കുന്നു കേട്ടോ. इसमें हल्दी नहीं डाली? नहीं. എടുത്തു വെച്ച മസാലയില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തേ. കൂട്ടത്തിൽ ആ സവാളയും പച്ചമുളകും കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നല്ല മണം കേട്ടോ. അപ്പൊ ഈ ചുമ വരുന്ന എക്സോസ്റ്റ് ഇട്ടില്ലേ, ഇട്ട വോയിസ് കൊടുക്കുന്നത് കിട്ടത്തില്ല. തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് വഴറ്റി തണുത്ത് അരച്ചെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതലെന്ന് കേട്ടോ. അപ്പൊ അത് ആ പ്രോസസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തതാ. ആളൊന്നും ചുരിദാറൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ഒരുങ്ങി സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി വന്നതാ. ഇതാ സവാളയൊന്നും ആയി കഴിയുമ്പോ അതിനകത്തോട്ട് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കപ്പ് ഡാലോगी അഭി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേ. ഒരു സ്പൂണൊന്നുമല്ല. ഈ കിത്തന 1 സ്പൂൺ സെ ജ്യാദാ है ना. ഇതാ ഇത്രയും ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. കുറച്ച് സ്പൈസിയാ സംഭവം. നമ്മൾ പല ടൈപ്പ് മുട്ടക്കറി കഴിച്ചിട്ടില്ലേ, ഈ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ പിന്നെ മുട്ട ആരാധികയല്ല. ആകെ ഞാൻ കഴിക്കുന്ന മുട്ട ഓംലെറ്റ് ഭയങ്കര ഇഷ്ടം. അല്ലാതെ എനിക്ക് ഈ മുട്ട റെസിപ്പി ഒന്നും എനിക്ക് ഇഷ്ടമേ അല്ല. ഞാനീ മസാലകളുടെയൊക്കെ ഡബ്ബകളൊക്കെ ഞാനങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ അത്യാവശ്യമുള്ളത് ഇങ്ങനെ ഒരു പാക്കറ്റിനകത്താക്കി ഞാൻ ഇവിടുന്ന് പോകുമ്പോ എങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും, പാക്കറ്റോട് അതേപടി. അല്ലെങ്കിൽ അങ്ങ് ചീത്തയാവും. ഗ്രേവി ആവാനുള്ള ഇതാ കേട്ടോ. നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്തോട്ട് മല്ലിപ്പൊടിയെ ഞാൻ പറഞ്ഞല്ലോ പാക്കറ്റ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക. ഇവരൊക്കെ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി. ബസ് ഇത്തന ധനിയ, ഹൽദി, മഞ്ഞപ്പൊടിയെ ജാതാ ഹോ ഗയാ. എക്സ്പെർട്ടായി കൂടുതലായി മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ വരുന്നു കേട്ടോ. वो कितना 2 स्पून? तीखा तो नहीं है ना. नहीं, बस सिर्फ कलर ही है. കാശ്മീരി ചില്ലിയെ വലിയൊരു ടീസ്പൂൺ ഇട്ട് കേട്ടോ. അപ്പൊ ഈ 3 പൊടിയെ ചേർത്തിട്ടുള്ളേ. നമ്മുടെ കൂട്ട് തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളകൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഇനി അതിലോട്ട് വെള്ളം ചേർക്കുക കേട്ടോ. അതൊന്നും മസാല ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോ
വെള്ളം ചേർത്ത് കൊടുത്തേ. കുക്കിംഗ് വീഡിയോ എടുക്കുന്ന എക്സ്പേർട്ടുകളൊക്കെ എന്നോടൊന്ന് ക്ഷമിക്കണേ. ഇതൊരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ എടുത്തു തന്നെ. ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തേ. एक गिलास डाल दिया जितना ग्रेवी चाहिए. मतलब अपना हिसाब से ഗ്രേവി നമുക്ക് എത്ര വേണോ അത്രയും ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല തിക്ക് ഗ്രേവി കേട്ടോ. पिसा हुआ मतलब मुलायम सा रहता है, एक बराबर का मतलब पिसा हुआ और मिक्सी में पीसो तो अच्छा. हाँ, ആള് പറഞ്ഞതേ മിക്സിയിൽ അരച്ചാലേ അതിന്റെ ആ ടെക്സ്ചർ ഗ്രേവിയുടെ നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അത്രയും സ്മൂത്ത്നെസ് കാണത്തില്ല എന്നാണ് ആള് പറഞ്ഞത് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ. ഉപ്പ് ഇട്ടു എന്ന് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ये पूरा साबुत भी डाल सकते हैं, काट के भी डाल सकते हैं. കാട്ടണ മത്ത് ऐसे डाल दो. അത് പറഞ്ഞത് നമുക്കിനി മുറിച്ചു വേണമെങ്കിൽ മുറിച്ചിടുക, ഇതല്ലെങ്കിൽ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് അങ്ങനെ വേണേലും ഇടാവുന്ന. ഞാൻ പറഞ്ഞു മുറിക്കണ്ടാന്ന്, അങ്ങനെ ഇടാന്. കിത്തന ടൈം? 5-7 मिनट. ഇനി അടച്ചു വെച്ച ഒരു 5-6 മിനിറ്റ് തിളച്ചാ മതി. സംഭവം തൊടി. എന്തെളുപ്പം. എനിക്ക് പക്ഷെ ഇതുവരെ അറിയത്തില്ല. അമ്മക്ക് ഫേവറേറ്റ് ലേക്കിൻ മുझे नहीं पता है. ആപ്പനൊക്കെ തെറ്റിയും. ഒന്ന് അടച്ചു വെക്കണേ. ബടാ എനിക്ക് സ്റ്റീൽ കല്ലല്ലോ. അതെ, ഇതിന്റെയൊക്കെ അടപ്പൊക്കെ ഞാൻ എടുത്തങ്ങോണ്ട് കുറെ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തോണ്ട് പോയി. ഞങ്ങള് കാറിലാ പോയത്. അപ്പൊ അതിന്റെ ട്രാവൽ വ്ലോഗ് ഉണ്ട്. ഒരു 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഇനി ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഫുൾ ഫ്ലെയിം വെച്ചു കൊടുത്തു കേട്ടോ തിളയ്ക്കാൻ. ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം മുട്ടക്കറിക്ക് ഒരു 5-6 മിനിറ്റ് കൂടെ ഒക്കെ എടുക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് എന്നാൽ നമുക്ക് ഐസ്ക്രീം ഒക്കെ ഒന്ന് കഴിക്കാം, കൊച്ചു കുട്ടിയല്ലേ. അപ്പം കുട്ടികൾക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ. अभी कौन से क्लास में? 7 या 8? 7th में. आइसक्रीम खा के मतलब मीठा अच्छा. സരസുവിനെ പോലെ തന്നെ ആളിനെ എപ്പോഴും ചിരി കേട്ടോ. ഒരുപാട് ഇവരുടെ ലൈഫ് സ്റ്റോറി ഏതാണ്ട് ഒരുപാട് മാച്ചിങ് ആട്ടോ. ആൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഇപ്പം സക്സസ്ഫുൾ ആയിട്ടൊരു ലേഡി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കൊരു മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ നടത്തണമെങ്കിൽ പുള്ളിയുടെ സ്റ്റോറി എന്താണെന്നൊന്ന് ചോദിച്ചാൽ മതി. അത്രയ്ക്കൊരു ഇതാ കേട്ടോ. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ ടോർച്ചർ. ഇപ്പം പുള്ളി ഹസ്ബൻഡിനെയൊക്കെ ഉപേക്ഷിച്ചു. എന്നിട്ട് നാട്ടിൽ സ്ഥലമൊക്കെ വാങ്ങിച്ച് 2 നില വീടും ഒക്കെ പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കി. ഇപ്പം മോൻ്റെ കല്യാണം. മൂത്ത മോന് 24 വയസ്സുണ്ട്. ഇത് രണ്ടാമത്തെ മോളാണ്. ഈ കുട്ടി ഇപ്പോൾ 7ാം ക്ലാസ്സിൽ. അപ്പോൾ അതാ ഇപ്പം നാട്ടിൽ പോകാമെന്ന് പറഞ്ഞത്. നമുക്ക് സന്തോഷം തോന്നും. ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം പഠിച്ചത് കേട്ടോ. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ലൈഫിൽ സ്നേഹിക്കണമെന്നുള്ളത്. ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്തൊരു സ്നേഹമാണെന്നറിയാം. ഇപ്പം എനിക്ക് 2 സർജറിയൊക്കെ കഴിഞ്ഞു. എന്നെ നോക്കിയതും എല്ലാം ഈ ഒരൊറ്റ വ്യക്തിയായിട്ടോ. ഏട്ടനും മോളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇങ്ങനെ ഫോണൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന ആളിനാ ദീദി ഓക്കെ ആണോ. ഇപ്പം പോകുമ്പോഴും എന്നോട് പറഞ്ഞു തന്നെ ഉള്ളൂ, സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഭയങ്കര കെയറിങ് കേട്ടോ. ഗരം ആയി കേട്ടോ. സംഭവമായി. മല്ലിയില ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മല്ലിയിലയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. സ്പൂൺസ് ഗ്രേവി ദേഖ്ലോ. താങ്ക് യു. സ്പൈസി ദിൽസാര സ്പെഷ്യൽ മുട്ടക്കറി. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. बस मेरे लिए ये कंटा रख लो, बाकी आप ले लो. आपने बनाया था ना, अच्छा होगा और क्यों. അതെ, ഇവിടെ മുട്ടക്കറി ആരും കഴിക്കത്തില്ലല്ലോ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു 2 എടുത്തോണ്ട് പോവാം. 3 മുട്ടക്കറിയേ ഉള്ളായിരുന്നു. ഞാൻ 1 നാളെ കഴിച്ചോളാം, ബാക്കി അതിനോട് എടുത്തോണ്ട് പോവാൻ. അങ്ങനെ അമ്മയും മോളൂടെ ഇറങ്ങുക കേട്ടോ. മോള് എന്ത് സുന്ദരിയാണെന്നറിയോ കാണാൻ. അതുപോലെ മിടുക്കിയാ പഠിക്കാൻ കേട്ടോ. CBSE സ്കൂളിലൊക്കെയാണ് കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു ആഗ്രഹം ഇനി മോള് നല്ല നിലയിൽ വരണമെന്നുള്ളതാണ്. സരസുവിനെ സ്വീകരിച്ച പോലെ ദിൽസാരെ എല്ലാവരും സ്വീകരിക്കണേ. അപ്പോൾ സരസുവിനെ കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവേ. ബൈ.